രാജനൻ പോസിബിളി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാനായിരുന്നു ആ സമയത്ത്. അന്ന് കൊക്കക്കോളയുടെ കൂടെ എല്ലാം കമ്പീറ്റ് ചെയ്ത് കമ്പനീസ് മേടിച്ചിട്ടുണ്ട് ന്യൂസിലൻഡിൽ. ന്യൂസിലൻഡിലെ 98% ഓഫ് ഓൾ ദ സ്നാക്ക് ഫുഡ് രാജനന്റെ കമ്പനി ആയിരുന്നു സപ്ലൈ ചെയ്യുന്നത്. അങ്ങനത്തെ കോമ്പനി ഇന്ന് നമ്മളിപ്പം കേൾക്കാം, ടാറ്റ ജാഗ്വാർ ടേക്ക് ഓവർ ചെയ്തെന്നോ റിലയൻസ് ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്തെന്നെല്ലാം കേൾക്കാം. ദിസ് വാസ് ഹാപ്പനിങ് ആസ് ഏർലി ആസ് 1991, 1992 എല്ലാം. വേൾഡ് വൈഡ് കമ്പനീസ് ടേക്ക് ഓവർ ചെയ്യാനായിട്ടും അത് ലിവറേജ് ബൈ ഔട്ട് നടത്താനായിട്ടോ അതിൻ്റെ ലിസ്റ്റിംഗ് ആലോചിക്കാനായിട്ടോ എല്ലാം വാസ് only Rajanan, who actually studied in a Malayalam medium school. എന്നിട്ട് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ച്, അത് ഈ ഇംഗ്ലീഷ് സാധാരണ ഈ സ്ട്രീറ്റിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നതും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നതും നല്ല വ്യത്യാസമാണ്. അപ്പം രാജനാണെങ്കിൽ ശരിക്കും ഒരു അന്നത്തെ ഫാദർ റൊസേറിയ ഉണ്ടായിരുന്നു, അദ്ദേഹം ടൈം എടുത്ത് പഠിപ്പിച്ചത്. അന്നത്തെ റിച്ചസ്റ്റ് ബിസിനസ്മാന്റെ മോനാ രാജനൻ. അപ്പൊ ഹീ ടുക്ക് എൻ എഫേർട്ട് ടു ടീച്ച്. എന്നിട്ട് അന്ന് കാസറ്റ്സ് എല്ലാം മേടിച്ചിട്ട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഈ ഇംഗ്ലീഷ് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാനല്ല. അപ്പൊ ഹീ ബിക്കേം എ വെരി വെരി ബിഗ് ഒറേറ്റർ. അന്ന് നമ്മളുടെ ഇപ്പോഴത്തെ ഗവർണർ വെസ്റ്റ് ബംഗാൾ ആനന്ദ് ബോസിലായിരുന്നു കമ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് രാജനൻ യൂസ് ടു ഓൾവേസ് വിൻ. കുറെ പേര് നമ്മള് KPS മേനൻ എല്ലാം വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ലൊരു ഒറേറ്റർ. ദാറ്റ് ഈസ് വാട്ട് ഹി ആക്ച്വലി യൂസ് ടു മേക്ക് ഇറ്റ് പോപ്പുലർ. അപ്പൊ ഹി ഹാഡ് ആക്ച്വലി എ വിഷൻ ടു മേക്ക് ഇറ്റ് ഇൻ ടു എ വേൾഡിലെ ലാർജസ്റ്റ് ഫുഡ് കമ്പനി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഹി ബിക്കെയിം ഏഷ്യാസ് ലാർജസ്റ്റ് ബിസ്ക്കറ്റ് മാനുഫാക്ചറർ ആയി. അത് കഴിഞ്ഞിട്ട് ഹി വാസ് ഓൺ എൻ എക്സ്പാൻഡിങ് സ്പ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് ലുക്കിംഗ് അറ്റ് യൂറോപ്യൻ കമ്പനീസ് ആൻഡ് അമേരിക്കൻ കമ്പനീസ് ടു അക്വയർ ആൻഡ് ഗ്രോ. ആ സിറ്റുവേഷൻ വന്നപ്പോഴാ ഈ ഒരു പ്രോബ്ലം വന്നത്. ഈ ബ്രിട്ടാനിയ എന്ന് പറഞ്ഞൊരു കമ്പനി ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു കമ്പനിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജനനും നസ്ലി വാഡിയയും വിജയ് മല്ലയും ഇവർ മൂന്നുപേരും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർ മൂന്നുപേരും വേറെ അൺമാരിഡ് വെൻ ദേ വേർ ഫ്രണ്ട്സ്. അവരായിരുന്നു മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ബാച്ചിലേഴ്സ് ഇൻ ബോംബെ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അന്ന് ഈ പ്രോസസ്സിൽ പോയിക്കൊണ്ട് അവർ വലിയ ഫ്രണ്ട്സ് ആയിട്ട് കാഷ്യൂസിൽ നന്നായിട്ട് ലാർജ് ആയിട്ട് ഇരുന്നപ്പോഴാ നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞത് ഫോറിൻ കമ്പനീസ് കനോട്ട് ഓൺ മോർ ദാൻ 40% of the shares in the company. 60% ഇന്ത്യൻസിന് കൊടുക്കണം എന്ന് വന്നപ്പോഴായിരുന്നു ഈ ബ്രിട്ടാനിയയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് ലോക്കലായിട്ട് ആളുകൾക്ക് ഹോൾഡ് ചെയ്യണം എന്നുണ്ട്. അത് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത് നസ്ലി വാഡി അന്നേ ലിസ്റ്റഡ് കമ്പനീസും ബോംബെ ബർമയും ബോംബെ ഡൈയിങ്ങിന്റെ എല്ലാം ഓണർ ആയിരുന്നു. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ്. അപ്പൊ രാജൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ദാറ്റ് ലുക്ക് ഹിയർ, നിങ്ങൾ യു ആർ ഓൾറെഡി ഡൂയിങ് ബിസിനസ് വിത്ത് നെബിസ്കോ ഇത് ഓൺ ചെയ്യുന്ന. ദേ ആർ ഫോഴ്സ് ടു സെൽ ദി 60% ഓഫ് ദി ഷെയർസ്. ഐ വോണ്ട് ടു കം ഇൻ ടു ദി കമ്പനി ആൻഡ് ഐ എം വില്ലിംഗ് ടു ബൈ എന്ന്. അന്ന് രാജനൻ അത് കേട്ടിട്ട് അമേരിക്കയിൽ ചെന്ന് അന്നത്തെ ചെയർമാൻ ഉണ്ട് നെബിസ്കോന്റെ, റോസ് ജോൺസൺ അടുത്ത് പറഞ്ഞു, ദാറ്റ് ലുക്ക് ഹിയർ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മൈ ഫ്രണ്ട് വാണ്ട്സ് ടു ബൈ ഇറ്റ്. അപ്പൊ അങ്ങേര് തിരിച്ചുടനെ പറഞ്ഞു, ഹൂ ഇസ് ദിസ് നസ്ലി വാഡിയ? വി ഡോണ്ട് നോ നസ്ലി വാഡിയ, വി നോ യു, വി ഹാവ് ആക്ച്വലി ബീൻ ഡൂയിങ് ബിസിനസ് വിത്ത് യു ഫോർ ദ ലാസ്റ്റ് 20 years, വി ആർ വെരി ഹാപ്പി. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വി വിൽ മേക്ക് യു ദി ചെയർമാൻ ഓഫ് ദി കമ്പനി. യു ടേക്ക് 11%, ഞങ്ങൾ 40% ഓൺ ചെയ്യാം, മറ്റേത് പബ്ലിക്കിന് കൊടുക്കാം. വി വിൽ പാർട്ട്ണർ ആൻഡ് ബിക്കം ദി ചെയർമാൻ. അന്ന് തന്നെ ഇത് പറഞ്ഞപ്പം നസ്ലി വാഡിയ നെവർ ബിലീവ്ഡ് രാജനൻ ദാറ്റ് ഈ നെബിസ്കോ ഡിഡ് നോട്ട് കൺസിഡർ നസ്ലി ആസ് ദ റൈറ്റ് പേഴ്സൺ ഇൻ കമ്പാരിസൺ ടു രാജനൻ. ദേ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് നസ്ലിക്ക് ഓൾറെഡി ലിസ്റ്റഡ് കമ്പനിയും ഇതിലും എല്ലാം ഉള്ള ഒരു കാര്യമാണ്. അപ്പം ഹിസ് ഐസ് വെയർ ഓൾവേസ് ഓൺ ബ്രിട്ടാനിയ. ഈവൻ ദോ രാജനൻ അന്ന് ചെയർമാനായി, അത് കഴിഞ്ഞിട്ട് നെബിസ്കോ ഇത് ഫുള്ളായിട്ട് അവരുടെ 40% മേടിച്ച്
even though they were still remained friends, ഇതൊരു hurt was definitely there with him. അതൊരു ഓപ്പർച്യൂണിറ്റി എടുത്തതാ വെൻ ദർ വാസ് എ പ്രോബ്ലം. അന്ന് ഈ എക്സ്പാൻഷൻ പോയപ്പോൾ ഡെനോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് കമ്പനി ഉണ്ട്. ആ കമ്പനി ടുക്ക് 20% ഷെയർസ് ഇൻ രാജന്റെ കമ്പനി ഇൻ സിംഗപ്പൂർ. ആ കമ്പനി ബേസിക്കലി ഒരു പ്രെഡേറ്റർ കമ്പനിയാണ്. ഈ പ്രെഡേറ്റർ കമ്പനി എന്ന് വെച്ചാൽ നമ്മളുടെ കമ്പനിയിൽ നിന്ന് വന്ന് കൊച്ചൊരു ഷെയർ എടുക്കും. they did it in Fiat എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഇറ്റലിയില്. അതായിരുന്നു വൺ ഓഫ് ദി റിച്ചസ്റ്റ് പീപ്പിൾ. അവരുടെ ആയിരുന്നു മിനറൽ വാട്ടർ കോൾഡ് ഏവിയൻ, വേൾഡിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മിനറൽ വാട്ടർ. അത് ഫ്രഞ്ച് ആൽപ്സിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ്. ആ കമ്പനിയിൽ ഒരു 2% ഷെയർ ഉണ്ടാക്കിയിട്ട് ആ കമ്പനിയുടെ ഓഡിറ്റ് ഈ ബുക്സ് എല്ലാം കൂടെ നോക്കിയിട്ട് പഴയ ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് ഓൾമോസ്റ്റ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ കമ്പനി മേടിക്കുന്ന ആ ഈ ഡെനോന്റെ ഫസ്റ്റ് പ്രോസസ്. അത് അവര് ആഫ്രിക്കയിൽ ചെയ്തിട്ടുണ്ട്, ലാർജ് കമ്പനീസിന്, ഇറ്റലി യൂറോപ്പിൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇവിടെ തുടങ്ങി. അപ്പം ഇവര് ഈ ഷെയർസ് എടുത്തിട്ട് ഈ ഓഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു 15 years ബിഫോർ ഇവര് വന്നതിന്റെ ടൈമില്. ഒലെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഒരു കമ്പനിന്ന് വേറൊരു കമ്പനിയിലോട്ട് $7.5 million കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചും ആ ബ്രാൻഡ് തിരിച്ച് പിന്നെ ഇത് ബ്രിട്ടാനിയ ആയപ്പോ തിരിച്ചു കൊടുത്ത് ഈ രൂപയും കൊടുത്തായിരുന്നു. അതിന്റെ റെക്കോർഡ്സ് കറക്റ്റ് അല്ല, ഇൻ ദ ബോർഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു അലിഗേഷൻ കൊണ്ടുവന്നു. അപ്പൊ 14 ഡയറക്ടേഴ്സ് ആ കമ്പനിയില്. 13 പേരും പറഞ്ഞു ദാറ്റ് ലുക്ക് ഹിയർ വി ന്യൂ അബൌട്ട് ഇറ്റ്, ഇതെല്ലാം ഓഡിറ്റഡാ. ഈ ഏറ്റവും വലിയ ഓഡിറ്റ് ഫേംസ് ഡിലോയിറ്റും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും എല്ലാം ഇത് ഓഡിറ്റ് ചെയ്യുന്ന, ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കറക്റ്റായിട്ടാ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഡയറക്ടർ വന്ന് പറഞ്ഞു ദാറ്റ് ലുക്ക് ഹിയർ ഐ ഡിഡ് നോട്ട് നോ, എനിക്ക് പേപ്പേഴ്സ് കിട്ടിയില്ല. അതായിരുന്നു ഈ ഫസ്റ്റ് ഈ ഫൈറ്റ് വന്ന ബിറ്റ്വീൻ ഡെനോൺ ആൻഡ് രാജനൻ. ആ ഫൈറ്റ് വന്നപ്പം നസ്ലി ജോയിൻഡ് വിത്ത് ഡെനോൺ ഓൺ ദി കണ്ടീഷൻ ദാറ്റ് ഈ ബ്രിട്ടാനിയ വിൽ ബി ഗിവൺ ടു നസ്ലി വാഡിയ. ആ ഫൈറ്റിൽ ഭയങ്കരമായിട്ട് പേപ്പർ റിപ്പോർട്ട്സും TV കമന്റും എല്ലാം എഗൻസ്റ്റ് ആയിട്ട് ഒരു ഭയങ്കരമായിട്ട് അങ്ങ് അൺലീസ് ചെയ്തു. ഒരു ചീത്ത മനുഷ്യനാക്കി ഈ രാജൻ പിള്ളയെ വിത്ത് ലാർജ് നമ്പർ. അപ്പം ആ സമയത്ത് എത്ര പോയിട്ട് പ്രസിഡന്റ് അടുത്ത് എന്തോ പറഞ്ഞാലും അവരത് ട്വിസ്റ്റ് ചെയ്ത് ഒരു ചീത്ത മനുഷ്യനാക്കി അങ്ങ് ഭയങ്കരമായിട്ടൊരു ഒരാള് ഹൂ ഡസൻ നോ ഹൗ ടു ഡു ബിസിനസ് വെറുതെ ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാജനൻ അന്ന് 5 രാജ്യത്തില് കേസ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഇൻ ഇന്ത്യയിൽ തന്നെ 22 കേസ് ഉണ്ടായിരുന്നു. എല്ലാ കേസും ജയിച്ചു. ഓൾ ഓഫ് ദി ഇന്ത്യൻ കമ്പനി കേസസ് ജയിച്ചു, ന്യൂസിലൻഡിൽ ജയിച്ചു, മലേഷ്യ ജയിച്ചു. സിംഗപ്പൂരിൽ ഒരു കേസായിരുന്നു that got into a problem. അതിൻ്റെ ഇത് വന്നപ്പോഴത്തേക്കാ ഈ രാജനൻ ഇന്ത്യയെ വന്നത്. ഇന്ത്യയെ വന്നപ്പോഴും അവരാണെങ്കിൽ വളരെ സർപ്രൈസിങ് ആയിരുന്നു ദാറ്റ് ഇന്ത്യയിൽ നമ്മൾ എക്സ്ട്രഡേറ്റ് ചെയ്ത് കുറേ പേര് വരാറുണ്ട് ഈ വെളിയിൽ നിന്ന്, മദർ കൺട്രിയില്ല. സാധാരണ എപ്പോഴും ഏതെങ്കിലും വേറെ ഫോറിൻ കൺട്രിയിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ യു ഗോ ബാക്ക് ടു യുവർ ലോക്കൽ കൺട്രി. ബിക്കോസ് ഇതിലൊരു എക്സ്ട്രഡിഷൻ ഒരു പെർട്ടിക്കുലർ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇപ്പം സൗദി അറേബ്യയിൽ ഒരു ക്രൈം നടത്തിയാൽ ചിലപ്പോൾ നമ്മളെ കൈവെട്ടും തല വെട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മളുടെ കൺട്രിയിൽ ആ സെയിം ലോ അല്ലെങ്കിൽ വി വിൽ നോട്ട് എക്സ്ട്രഡൈറ്റ് അവർ സിറ്റിസൺ ടു ദാറ്റ് കൺട്രി. അതാ ഇതിൻ്റെ ബേസിസ് ഓഫ് എക്സ്ട്രഡിഷൻ. അപ്പം നമ്മളെ ലോസ് കുറേ വ്യത്യാസമായിരിക്കും ഇതായിട്ട്. പക്ഷെ സിമിലർ റിസൾട്ട് ഓഫ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കും ഇത് ചെയ്യണം. പക്ഷെ ഭയങ്കര എക്സോബിറ്റൻ്റ്ലി ഡിഫറെൻ്റ് ആണെങ്കിൽ വി ഡോണ്ട് സെൻഡ്. അങ്ങനെ സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇതൊന്നും നോക്കാതെ ഒരു പ്രസ് എല്ലാം ചീത്തായിട്ട് എഴുതി ഹി ബിക്കെയിം എ വെരി ബാഡ് പേഴ്സൺ ഈവൻ ബിഫോർ ഒരു ട്രയലും ഇതുമെല്ലാം വരുന്നതിൻ്റെ മുമ്പേ തന്നെ ഹി ബിക്കെയിം എ വെരി ബാഡ് പേഴ്സൺ.
ഇപ്പൊ എവിടെ ചെന്നാലും he did not understand Hindi, he couldn't speak Hindi. ഒരു സ്ഥലത്തും he was not being accepted. ഇത്രയും ഒരു പാത്ത് ബ്രേക്കിംഗ് ഒരു ബിസിനസ് മാൻ, ബ്രിട്ടാനിയ ഒരു ഹൗസ് ഹോൾഡ് നെയിം ആക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. കാഷ്യൂസ് വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത് ഉള്ള ഒരാളെ പറ്റിയുള്ള ഒരു നല്ല വാക്കും പറയാനായിട്ട് ഒരാളില്ലാതെ, ഹി വാസ് എ വെരി വെരി ഡിപ്രസ്ഡ് പേഴ്സൺ വെൻ ഹി വാസ് ഫൈനലി ഡൽഹിയിലായിരുന്നു എക്സിബിഷൻ കീപ്പ് ചെയ്തത്. സാധാരണ നമ്മളുടെ സ്ഥലം കേരള, ഇപ്പം കൊല്ലത്താണെങ്കിൽ കൊല്ലത്തെ കോട്ട എക്സിബിഷൻ നോക്കേണ്ടത്. ഇതെല്ലാം മാറ്റി ഡൽഹി ഗവൺമെന്റ്, അത് അന്ന് നരസിംഹറാവു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ, ഡൽഹിയിൽ വെച്ചിട്ടാ ഈ ഒരു സിറ്റുവേഷൻ വന്നത്. അന്ന് ഇന്നും നമുക്ക് ഡൗട്ടാ, എന്താ ഏത് ജഡ്ജാ നമുക്കൊരു അസുഖം ഉണ്ടെന്ന് പറയുമ്പം അതിൻ്റെ മെഡിസിൻസോ അതിൻ്റെ ഒരു ഹെൽത്ത് ചെക്കപ്പോ ചെയ്യാൻ സമ്മതിക്കാത്ത ആരും കാണത്തില്ല. ബിക്കോസ് വെദർ യു ആർ എ റിച്ച് ഓർ എ പുവർ മാൻ, ഹെൽത്ത് എല്ലാവർക്കും സെയിമാണ്. നമുക്ക് എല്ലാവർക്കും വെട്ടിയ ബ്ലഡ് വരുന്ന സെയിമാണ്. അവർക്കാണെങ്കിൽ നമ്മളെല്ലാ റെക്കോർഡ്സും കൊടുത്തിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ഫാക്സ് കോപ്പിയാണ് കൊടുത്തത്. അന്ന് നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ അറസ്റ്റ് അല്ല. അപ്പം സിംഗപ്പൂരിലായിരുന്നു രാജന് താമസിക്കുന്നത്. അപ്പം സിംഗപ്പൂരിൽ നിന്ന് ഫാക്സ് കൊണ്ടുവന്ന് ഈ കോടതി സമർപ്പിച്ചപ്പം പറഞ്ഞു, ഫസ്റ്റ് ഡേ നമ്മളിതൊന്നും പറയാതെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു അസുഖങ്ങളുണ്ട്, ആ മെഡിസിൻസ് കൊടുക്കണം, ഇതാ മെഡിസിൻസ് എന്ന്. വിച്ച് ദ ജഡ്ജ് ഡിഡ് നോട്ട് അലൗ. അതിൻ്റെ റെക്കോർഡ്സ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഡേ ഈ റെക്കോർഡ്സ് കൊണ്ടുവരുന്നത് ഇത് ഫാക്സാ, വി കനോട്ട് ബിലീവ് ദാറ്റ് എന്ന്. അന്നത്തെ ഡൽഹിയിലെ ഏറ്റവും വലിയ ഇതുണ്ട്, ഡോക്ടറുണ്ട്, ഡോക്ടർ ത്രഹാൻ എന്ന് പറഞ്ഞുണ്ട്. അതായത് ഇപ്പോഴും ഹോസ്പിറ്റലുണ്ട്. ഹി ഈസ് സ്റ്റിൽ കൺസിഡർഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഡോക്ടേഴ്സ്. അദ്ദേഹം റിപ്പോർട്ട് വന്നു ദാറ്റ് എൻ്റെ അടിയിൽ ചികിത്സിച്ചത് ഹി കനോട്ട് ഗെറ്റ് ചികിത്സ, ഇത് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് വേണം. ബിക്കോസ് ലിവർ ഒരു സിറോസിസ്, ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം, അത് ചെയ്തില്ലെങ്കിൽ ഹി വിൽ ഗെറ്റ് ഇൻ ടു പ്രോബ്ലംസ് എന്ന് വന്ന് തന്നിട്ട് വൈ ദ ജഡ്ജ് ഡിഡ് നോട്ട് ഗിവ് ഹിം മെഡിക്കൽ ആക്സസ്. അതിൻ്റെ കൂടെ ഹി സെൻഡ് എ നോട്ട് ടു ദി ത്രൂ ദി CBI ടു ദി ജയിൽ. ഈ ട്രീറ്റ്മെൻറ്റ് ജയിലിലുണ്ടോ, അവിടുത്തെ ഹോസ്പിറ്റലിലുണ്ടോ എന്ന് ചോദിച്ചതന്നെ അതിന് റിപ്ലൈയും അവർ ചെയ്തിട്ടില്ല. ഈ ജഡ്ജിൻ്റെ ആ റിപ്ലൈ വന്നോ എന്ന് ചോദിച്ചിട്ടും ഇല്ല. ഇൻസ്റ്റഡ് ജഡ്ജ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹീ ഈസ് എ വെരി റിച്ച് മാൻ ഹു വാണ്ട്സ് ടു ഗോ ആൻഡ് സ്റ്റേ ഇൻ എ 5-star ഹോസ്പിറ്റൽ ഇൻസ്റ്റഡ് ഓഫ് ദി ജയിൽ. അത് പറ്റത്തില്ല, സോ വി ഹാവ് ടു റിമാൻഡ് ഹിം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടാ. അതിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ടെമ്പറേച്ചർ ഭയങ്കര കൂടിയപ്പം ദേ ഗേവ് ഹിം എ ടാബ്ലറ്റ്. ആ ടാബ്ലറ്റ് ഒരു ലിവർ സിറോസിസ് ആക്കി ഒരിക്കലും കൊടുത്തുകൂടാത്ത ഒരു ടാബ്ലറ്റാണ്. ഇത് പേപ്പറിൽ ഹെഡ്ലൈൻ ന്യൂസ് ആയിരുന്നു, രാജൻ ഈ അസുഖ ഇത് അവർ ക്ലെയിം ചെയ്യുന്നതെന്നല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈ ദ ടാബ്ലറ്റ് വാസ് ഗിവൺ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ബ്ലഡ് ഛർദ്ദിച്ചിട്ടാണ് മരിച്ചത്. സോ nothing that we could do on that.